എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തു ദേവാലയത്തിൽ വെച്ച് 2 പുത്രന്മാരുടെ ഉപമയും മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാരുടെ ഉപമയും വിവാഹ വിരുന്നിന്റെ ഉപമയും പറഞ്ഞത് കേട്ട യഹൂദ മത നേതൃത്വം തങ്ങളെ തന്നെയാണ് ഈ ഉപമകളിൽ യേശു ലക്ഷ്യം വെച്ചത് എന്ന് മനസ്സിലാക്കി കോപാകുലരായെങ്കിലും ജനങ്ങളെ ഭയന്ന് യേശു കർത്താവിനെ പിടികൂടാൻ ധൈര്യപ്പെട്ടില്ല എന്ന് നാം വായിച്ചു. 15-16 വാക്യങ്ങളിൽ പരീശന്മാർ പോയി യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ഗൂഢാലോചന നടത്തിയെന്നും അങ്ങനെ അവർ തങ്ങളുടെ ശിഷ്യന്മാരിൽ ചിലരെ യേശുവിനെ കൊടുക്കുവാൻ അയച്ചുവെന്നും വായിക്കുന്നു. ലൂക്കോസ് 20 അധ്യായം 20 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും കർത്താവിനെ ഏൽപ്പിക്കാൻ വേണ്ടി യേശു എന്തെങ്കിലും പറയുന്നതിലൂടെ അവനെ പിടികൂടാമെന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് പരീശന്മാർ നീതിമാന്മാരായി നടിക്കുന്ന ചാരന്മാരെ ഹേരോദിന്റെ പക്ഷക്കാരുടെ കൂടെ അയച്ചതായി നാം വായിക്കുന്നു. യേശുക്രിസ്തു പറയുന്നതിൽ റോമൻ സാമ്രാജ്യത്തിന് വിരുദ്ധമോ സീസർ ചക്രവർത്തി വിരുദ്ധമോ ആയ എന്തെങ്കിലും ഉണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് ഹേരോദ്യരെയും കൂടെ കൂട്ടിയത് എന്ന് വ്യക്തമാണ്. ഇങ്ങനെ ചെയ്യുക വഴി റോമൻ അധിപന്മാരുടെ കൈകളാൽ യേശുവിനെ കൊല്ലാൻ എന്തെങ്കിലും വഴി കണ്ടെത്തുക എന്നതായിരുന്നു യഹൂദരുടെ ലക്ഷ്യം. കാരണം റോമൻ ഭരണകൂടത്തിന് മാത്രമായിരുന്നു വധശിക്ഷ നൽകാൻ അധികാരമുണ്ടായിരുന്നത്. യേശുക്രിസ്തു സീസറിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റത്തിന് യേശുവിനെ ആ കുറ്റത്തിന്റെ ശിക്ഷയായ മരണത്തിന് വിധിക്കുന്ന ഭരണകൂടത്തിന്റെ കൈകളിലേക്ക് തെളിവ് സഹിതം അവനെ ഏൽപ്പിക്കുക എന്നതായിരുന്നു പരീശന്മാർ പദ്ധതിയിട്ടിരുന്നത്. പരീശന്മാരുടെ ചാരന്മാർ യേശുവിനോട്, ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും ആരുടെയും മുഖം നോക്കാത്തവനുമാകുന്നു, ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നുവെന്ന് പറഞ്ഞു എന്ന് 16 വാക്യത്തിൽ നാം വായിക്കുന്നു. ഗുരു എന്ന ബഹുമാന പദത്തോടെ യേശുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാർ തങ്ങളുടെ വഞ്ചന ആരംഭിക്കുന്നത്. യേശു കർത്താവിനെ അവർ പുകഴ്ത്തലുകളുടെ ഒരു പ്രവാഹത്തോടെ ഒരു എതിരാളിയല്ല, ഒരു ആരാധകനാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് വ്യക്തമാണ്. നീ ആരുടെയും മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന പ്രചോദനം സീസറിനോ റോമിനോ എതിരെ എന്തെങ്കിലും പറയാൻ മടിക്കുകയോ സൂക്ഷ്മത പാലിക്കുകയോ ചെയ്യരുതെന്നുള്ള ഒരു ഉദ്ബോധനമായിരുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെ അവരുടെ മുഖസ്തുതിക്ക് ശേഷമാണ് യഥാർത്ഥ കെണി വരുന്നത് എന്ന് 17 വാക്യത്തിൽ നാം കാണുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് ചോദിക്കുന്നതായി നാം കാണുന്നു. ഹേരോദാവിന്റെ അനുകൂലികൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത കക്ഷികളുടെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിനോട് ഉന്നയിച്ച ഈ ചോദ്യം യേശുവിനെ കൊടുക്കുന്നതിനായി പരീശന്മാർ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയതാണ്. സീസറിന് കരം കൊടുക്കുന്നത് നിയമാനുസൃതമാണ് എന്ന് കർത്താവ് പറയുന്നെങ്കിൽ യേശുവിനെ ഇസ്രായേൽ ജനത്തിനു മുമ്പിൽ ഒരു ദ്രോഹിയായി കാണിക്കാൻ സാധിക്കും. കാരണം പരീശന്മാർ ഉൾപ്പെടെയുള്ള യഹൂദർ റോമൻ അധിനിവേശത്തെ എതിർത്തിരുന്നവരാണ്. റോമാക്കാർക്ക് നികുതി കൊടുക്കുന്നത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. യഹൂദ ജനങ്ങൾക്കിടയിൽ ഭൂരിഭാഗവും റോമൻ നികുതി അടയ്ക്കുന്നതിനെതിരെ കലഹിച്ചിരുന്നതുകൊണ്ട് കൈസറിന്റെ നികുതി നീതിയല്ല എന്നതായിരുന്നു പൊതുവായ സമീപനം. അതിനാൽ നികുതി കൊടുക്കണം എന്ന് യേശു പറഞ്ഞാൽ ഫരിസേയർ അവനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു റോമൻ അനുയായിയായി ചിത്രീകരിച്ച് കർത്താവിനെ തള്ളിപ്പറയുകയും ദൈവവചന വിരുദ്ധത പറഞ്ഞു എന്നാരോപിച്ച് യേശു കർത്താവിന്റെ ജനപിന്തുണ ഇല്ലാതാക്കാം എന്ന് അവർ വിചാരിച്ചു. മറിച്ച് സീസറിന് കരം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കർത്താവ് പറയുമെങ്കിൽ അവർക്ക് യേശുവിനെ റോമൻ അധികാരികളുടെ മുമ്പാകെ കുറ്റം ചുമത്തി റോമൻ നിയമങ്ങൾ അനുസരിച്ച് അവനെ വിധിക്കുവാൻ റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യാമായിരുന്നു. ഇതായിരുന്നു അവർ ആഗ്രഹിച്ചതും എന്ന് വ്യക്തമാണ്. കാരണം അവിടെ സാക്ഷികളായിരുന്ന ഹേരോദ്യർക്ക് മുമ്പിൽ വെച്ച് സീസർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് യേശു പറഞ്ഞാൽ ഹേരോദ്യർ അവനെ രാജ്യദ്രോഹം ചെയ്തതായി റോമൻ ഭരണകൂടത്തിന് മുമ്പിൽ പരാതി പറയും. കൈസറിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെ നിർദാക്ഷിണ്യം വധിച്ചിരുന്നതുകൊണ്ട് ഹേരോദ്യർക്ക് ഈ അവസരം ഉപയോഗിച്ച് യേശുവിനെ കൊല്ലാനാവും. യേശു കർത്താവ് അവരുടെ ദ്രോഹം തൽക്ഷണമായി മനസ്സിലാക്കി അവരുടെ വഞ്ചനാപരമായ ഗൂഢാലോചനയെ സമർത്ഥമായി ഇല്ലാതാക്കിയെന്ന് തുടർന്നുള്ള വേദഭാഗത്ത് നാം കാണുന്നു. പരീശന്മാർ അങ്ങേയറ്റം കൗശലക്കാരായിരുന്നു. പക്ഷേ അവർക്ക് യേശുവിന്റെ ജ്ഞാനത്തിന് മുമ്പിൽ വീണ്ടും അടിപതറിയതായി നാം വായിക്കുന്നു. 18 വാക്യത്തിൽ യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ്, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നതായി നാം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 20 അധ്യായം 23 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ അവരുടെ ഉപായവും അവർ വെച്ച കെണിയും കർത്താവിന്റെ സർവ്വജ്ഞാനത്താൽ കർത്താവിന് അറിയാമായിരുന്നുവെന്നും നീതിമാന്മാർ എന്ന് നടിച്ച് മുഖം മൂടി ധരിച്ച അവർക്ക്
കർത്താവിൽ നിന്ന് അവരുടെ ദുഷ്ടത മറച്ചു വെക്കാനോ കർത്താവിന്റെ മേൽ അത് അടിച്ചേൽപ്പിക്കാനോ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കാം. ഈ ചാരന്മാരെ ആരാണ് അയച്ചതെന്നും അവർ തന്നോട് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും യേശുവിന് അറിയാമായിരുന്നു. യേശു കർത്താവ് കപടനാട്യക്കാരൻ എന്ന പദം കൊണ്ട് നീതിമാന്മാരായി അഭിനയിച്ചും യേശുവിനോട് വലിയ ബഹുമാനം നടിച്ചും കർത്താവിനെ ഗുരു എന്ന് വിളിച്ചും ചതിയോടെ മുഖസ്തുതിയാൽ പ്രശംസിച്ചും കൊണ്ട് തന്നെ പരീക്ഷിച്ച് കെണിയിൽ വീഴ്ത്താൻ വന്നവരെ തുറന്നു കാട്ടുകയായിരുന്നു. 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. നികുതിക്ക് ഉള്ള നാണയം കാണിക്കൂ എന്ന് യേശു കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ നികുതിയെക്കുറിച്ച് ചോദിച്ചവർ അവൻ ഒരു വെള്ളിക്കാശ് അഥവാ ഒരു ദനാറ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. യേശു ആ നാണയം സ്വീകരിച്ചപ്പോൾ അതിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നാണയത്തിൽ ആരുടെ സ്വരൂപവും ലിഖിതവുമാണ് എന്ന് ചോദിച്ചപ്പോൾ സീസറിൻ്റേത് എന്ന് അവർ മറുപടി പറഞ്ഞു. ഇങ്ങനെ അവരുടെ തന്നെ നാണയം കാണിച്ചുള്ള ചോദ്യോത്തരത്തിലൂടെ അവർ സ്വയം റോമൻ ഭരണത്തിന്റെ അധീനതയും അതിന്റെ സാമ്പത്തിക സംവിധാനവും അംഗീകരിക്കുന്നവരാണെന്ന് യേശു കർത്താവ് തെളിയിച്ചു. 21 വാക്യത്തിൽ, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു എന്ന് കാണുന്നു. പരീശന്മാരും ഹെരോദ്യരും നികുതി കൊടുക്കുന്ന നാണയത്തിൽ സീസറിന്റെ ചിത്രവും എഴുത്തുമുണ്ട് എന്ന് പറയുന്നതിലൂടെ അത് സീസറിന്റെ അധികാരത്തിന് കീഴിലുള്ളതാണെന്ന് കർത്താവ് അവരെ കൊണ്ട് തന്നെ തെളിയിക്കുന്നു എന്ന് നാം കാണുന്നു. അതിനാൽ സീസറിനുള്ളത് സീസറിന് എന്ന കർത്താവിന്റെ പ്രയോഗം അവർക്ക് തന്നെ തിരിച്ച് ഒരു ഉത്തരമായിരിക്കുന്നു എന്ന് വ്യക്തമാണ്. പരീശന്മാരുടെ ചോദ്യത്തിന് അവരുടെ കെണിയിൽ വീഴാതെ തന്നെ കർത്താവ് നൽകിയ മറുപടി മികച്ചതും നേരിട്ടുള്ളതുമായ ഉത്തരമായിരുന്നു എന്നും അതിലൂടെ അവരുടെ ദുഷ്ടതയും ഇരട്ടത്താപ്പും കപടനാട്യവും കർത്താവ് തുറന്നു കാണിച്ചു എന്നും മനസ്സിലാക്കാം. ഒരു വശത്ത് യേശു സീസർക്ക് നികുതി കൊടുക്കുവാൻ പറഞ്ഞു. അതിനാൽ ഈ പ്രസ്താവനയുമായി അവർക്ക് ഹെരോദാവിന്റെയോ റോമൻ അധികാരികളുടെയോ അടുക്കൽ പോയി യേശു റോമൻ ഭരണകൂടത്തിനെതിരെ പറഞ്ഞു എന്ന് ആരോപിക്കാൻ കഴിയില്ല. അതേസമയം യഹൂദന്മാർ സീസറിന് നൽകുന്നത് പോലെ ദൈവത്തിനുള്ളത് നൽകണമെന്നും യേശു പറഞ്ഞു. ഇതിലൂടെ ദൈവം സീസർ ഉൾപ്പെടെയുള്ള സകലത്തിനും മുകളിൽ ഭരണമുള്ളവനാണെന്നും യേശു ഇവിടെ ഉറപ്പിക്കുന്നതായി കാണാം. ഇതിൽ നിന്ന് പരീശന്മാർക്കും ഹെരോദ്യർക്കും വളച്ചൊടിക്കാനോ കർത്താവിനെതിരെ ഉപയോഗിക്കാനോ ഒരു വകയും ലഭിച്ചില്ല എന്ന് വ്യക്തമാണ്. ഒരു രാജാവ് ഇസ്രയേലിന്റെ രാജാവായാലും ജാതികളുടെ രാജാവായാലും അവർക്ക് കടമായുള്ളത് നൽകണമെന്നും എന്നാൽ ദൈവം രാജാക്കന്മാരുടെ രാജാവായതുകൊണ്ട് ദൈവത്തിന് അർഹമായ എല്ലാ ആരാധനയും അനുസരണവും നൽകണമെന്നും കർത്താവ് അർത്ഥമാക്കുന്നു. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്നതിലൂടെ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവൻ തന്റെ ഹൃദയവും ജീവിതവും ദൈവത്തിനായി സമർപ്പിക്കണം എന്നതും കർത്താവ് ഒരിക്കൽ കൂടി ഇവിടെ പഠിപ്പിച്ചു എന്ന് നാം കാണുന്നു. 22 വാക്യത്തിൽ അവർ കേട്ട് ആശ്ചര്യപ്പെട്ടു അവനെ വിട്ടു പോയി കളഞ്ഞു എന്നതിലൂടെ യേശു കർത്താവിന്റെ അവിശ്വസനീയമായ ഉത്തരം കേട്ടപ്പോൾ പരീശന്മാരും ഹെരോദ്യരും അത്ഭുതപ്പെട്ടുവെന്നും കർത്താവിന്റെ ശത്രുക്കൾക്ക് പോലും അവന്റെ മറുപടിയിൽ മതിപ്പുളവാക്കി എന്നും സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.